ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ DIY ആയിട്ടുള്ളൊരു സ്നോ ബോൾ ഉണ്ടാക്കാം. പലരുടെ വീട്ടിൽ പണ്ടൊക്കെ ഷോക്കേസിൽ വെച്ചുകൊണ്ടിരുന്നതാണ്. അന്നൊക്കെ നമുക്ക് കാണുമ്പോൾ എന്ത് രസം ഇതിങ്ങനെ ഷേക്ക് ചെയ്യുമ്പോഴത്തെ ചിലതിനകത്ത് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമേ. ഇന്നാൾ ഞാൻ ഒരിടത്ത് പോയപ്പോഴത്തെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഗ്ലാസ് കൊണ്ട് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അതിന് ഞാനൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ കുപ്പിയുടെ ബോട്ടിൽ നിന്ന് ശകലം കടിച്ചെടുത്ത് അതിനൊരു ചെടിയുടെ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ ഉണ്ടാക്കുന്നത് ക്രിസ്മസ് ട്രീയാണ്, പക്ഷേ വന്നപ്പോൾ ഒരു ചെടി പോലെ ആയെന്നുള്ളൂ. അതിന് മുകളിൽ ഞാൻ നെയിൽ പോളിഷ് അടിച്ചിരിക്കുന്നത്, ഗ്ലിറ്ററും മറ്റേതുമായിട്ടുള്ള പച്ച നെയിൽ പോളിഷ്. നിങ്ങളുടെ കളറുണ്ടെങ്കിൽ അത് ഒടിക്കണേ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അടപ്പിൻ്റെ മുകൾക്ക് ഒരു കൊച്ചു കുപ്പി, ഈ ഗ്ലോബ് ടൈപ്പിൽ കുപ്പി ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഈസിയാണ്. അതില്ലാത്തതുകൊണ്ട് സാധാരണ നമ്മുടെ കുപ്പി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ അടപ്പിൻ്റെ മുകളിൽ എൻ്റെ കയ്യിൽ ആകപ്പാടെ ഒരു ക്രിസ്മസ് ഫാദർ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഈ സ്നോ വൈറ്റിൻ്റെ ഡോളോ അങ്ങനെ എന്തെങ്കിലും നല്ല ക്യൂട്ടാണ്, നല്ല രസമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലേ കൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കിയ ശേഷം ഉണ്ടാക്കണം. എനിക്കിത് കണ്ടപ്പോൾ ഉണ്ടാക്കണം എന്ന് ധൃതി വെച്ചുകൊണ്ട് ഞാൻ ആദ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് പണ്ടത്തെ ഒരു ക്രിസ്മസ് ഫാദറിൻ്റെ കീ ചെയിൻ ആയിരുന്നേ. ഇത് കൊച്ചു കണ്ടില്ലല്ലോ, ഞാൻ പറിച്ചെറിച്ചാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം അടപ്പിൻ്റെ മുകളിൽ ഇതിന് രണ്ടിനും ആദ്യം ഞാൻ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചപ്പോൾ ഒട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് അതിനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഒട്ടുന്ന സമയം കൊണ്ട് കുറച്ച് നേരം വെക്കണം, ഇല്ലെങ്കിൽ താഴെ പോവേ. അപ്പോൾ സ്റ്റിക്കായിരിക്കുന്ന സമയം കൊണ്ട് നമുക്കിനി ആവശ്യമുള്ള നമ്മുടെ സ്നോ ബോളിന് ആവശ്യമുള്ള സാധനം, ഞാനാണെങ്കിൽ ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഒരു സിൽവർ കളർ, ഒരു വൈറ്റ് മഞ്ഞിൻ്റെ കളറിലെ സ്നോ ബോളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ ഉണ്ടാക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് നമ്മുടെ സ്നോ ബോളിനെ റെഡിയാക്കിയാലോ. അതിനുവേണ്ടി നമ്മൾ ആ കുപ്പിയുടെ അടപ്പിൻ്റെ ഏത് കുപ്പിയിലാണോ അതിനകത്ത് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലിയർ കുപ്പിയാണ്, ഗ്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും സാരമില്ല. അതിനകത്തോട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്ലിയർ ആയിട്ടുള്ള ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ സിൽവർ കളറിലെ സീക്വൻസും സിൽവർ കളറിലുള്ള ഗ്ലിറ്ററും പിന്നെ കുറച്ച് പേൾസ്, ഗോൾഡൻ പേൾസും നമ്മുടെ വൈറ്റ് പേൾസും, ഇത്രയാണ്, അതായത് ബീഡ്സ്, അതാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ ഉണ്ടാക്കാം. എനിക്ക് ഈ മഞ്ഞ് ടൈപ്പിൽ ഇങ്ങനെ വീടുന്ന കാണാൻ ഇഷ്ടം, ഭയങ്കര രസമല്ല കാണാൻ. ഇതിങ്ങനെ ചിലതിനകത്ത് മ്യൂസിക്കൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒട്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നു. വെള്ളത്തിനകത്ത് ഇച്ചിരി ഗ്ലിസറിൻ ഒഴിക്കണം. ഓയിലോ ഗ്ലിസറിൻ, ഓയിലിനെക്കാട്ടി നല്ല ഗ്ലിസറാണ്. അപ്പോൾ ഗ്ലിസറിൻ ഒഴിക്കുന്നത് വെച്ചാൽ അതിങ്ങനെ ഷേക്ക് ചെയ്യുമ്പം പതുക്കെ ഇങ്ങനെ ഒരു മിക്സ്ചർ ടൈപ്പ് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഗ്ലിസറിൻ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള നമ്മളിത് ഒട്ടിച്ച് വെച്ച് ഫുള്ള് ഡ്രൈ ആയ ശേഷം ഇതിൻ്റെ അടപ്പ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്, നമ്മൾ അടച്ചു കൊടുക്കുകയാണ് സാധാരണ. അടച്ചു കൊടുത്ത ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വെച്ച് നോക്കും, നമ്മുടെ സൂപ്പറായിട്ടുള്ള ഇത് റെഡി ആയിട്ട് ഇപ്പോൾ കാണിച്ചു തരാമേ. ഇതിങ്ങനെ താഴോട്ട് വീഴുന്നതാണ്, നല്ല രസമല്ലേ ഇങ്ങനെ മറിച്ച് ഇങ്ങനെ വെക്കുമ്പോഴത്തേന്. പണ്ടൊക്കെ നമ്മുടെ പിള്ളേർ വല്ലതും ഈ ഷോക്കേസ് കണ്ടാൽ നമ്മൾ തൊട്ടപ്പോൾ അയ്യോ പൊട്ടിപ്പോവേ തൊടല്ലേ എന്ന് പറയും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇതും നമ്മുടെ കൊച്ചുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇതൊരു റിലാക്സിങ് ആയിട്ടുള്ള സാറ്റിസ്ഫൈങ് ഉള്ള ഒരു ക്രാഫ്റ്റാണ്. ഇത് ആർക്ക് വേണേൽ ഉണ്ടാക്കി ഇതിനെന്താ പ്രയോജനം എന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കാനോ ഷോ പീസ് വിൽക്കാനൊക്കെ നല്ല രസമാണ്. ഇപ്പം തന്നെ നമ്മുടെ കൊച്ചുങ്ങൾ പിന്നെ പൊട്ടിക്കാതെ നോക്കണം കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പിയാണ് ഏറ്റവും നല്ലത്, പിള്ളേരുടെ കയ്യിൽ കൊടുക്കാനാണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെക്കണം. പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അടപ്പ് പ്ലെയിൻ ആയതുകൊണ്ട് ഇച്ചിരി ചളങ്ങിയിരിക്കുന്നുണ്ടും അതിൻ്റെ മുകളിൽ ഞാനൊരു ഗ്ലിറ്റർ ആയിട്ടുള്ള ഫോം ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ റെഡേ ഉള്ളൂ എൻ്റെ കയ്യിൽ, നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. ഈ ഡോളൊക്കെ കണ്ടില്ലേ പണ്ട് പിള്ളേരുടെ കയ്യിൽ ചില സൂപ്പർമാനെ വെച്ച് ഉണ്ടാക്കാം, സ്പൈഡർമാനെ വെച്ചില്ല, അല്ലെങ്കിൽ ഏഞ്ചലിന് ഏത് ഡോൾ വേണമെങ്കിലും. ഞാൻ ക്രിസ്മസ് ആകുമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ നല്ല രസമല്ലേ. ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം മാക്സിമം. പിന്നെ ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ അടുത്തിടനെ ഉണ്ടാക്കാം. ഞാനൊരു ഡെസ്ക്, എൻ്റെ ചെറിയ ഡെസ്ക്കാണ്, അതിനകത്ത് വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഇത് ആ ഡെസ്ക് മേക്ക് ഓവർ ചെയ്ത് ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്ത്, വലിയ അലങ്കോലപ്പടിയൊന്നുമില്ല, അത് ഉണ്ടാക്കിയത് ഉടനെ ഇടാം, സമയം കിട്ടുന്നില്ലെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി കൂടുതൽ ഷോർട്സ് ഇടുന്നൊക്കെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കേടാ, ബൈ.